1998 കോയമ്പത്തൂർ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനും അതുപോലെ തന്നെ തീവ്രവാദിയുമായിരുന്ന ഭാഷയുടെ സംസ്കാരം ആഘോഷകമായി നടത്താൻ അനുവദിച്ചിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്ത് വരികയും ചെയ്തു. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയിൽ തടിച്ചുകൂടിയത് ആയിരക്കണക്കിന് ആളുകളായിരുന്നു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ 1500 പോലീസുകാരെയാണ് തമിഴ്നാട് അന്ന് വിന്യസിച്ചിരുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് SA ഭാഷയുടെ മൃതദേഹം കനത്ത പോലീസ് സുരക്ഷയിൽ ഘോഷയാത്രയെ കൊണ്ടുപോയി സംസ്കരിച്ചത്. മൃതശരീരം സൗത്ത് ഉക്കടത്ത് റോസ് ഗാർഡനിലെ ഭാഷയുടെ വസതിയിൽ നിന്നും പുഷ്പ മാർക്കറ്റിലെ ഹൈദരാലി ടിപ്പു സുൽത്താൻ സുന്നത്ത് ജുമാത്ത് മസ്ജിദിലേക്ക് അന്തിമ കർമ്മങ്ങൾക്കായി കൊണ്ടുപോവുകയായിരുന്നു. ചില രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഭാഷയുടെ കുടുംബവും ഉൾപ്പെടെ നിരവധി ആളുകൾ ശവസംസ്കാര ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും ചെയ്തു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ദ്രുതകർമ്മ സേനയിൽ നിന്നുള്ള ഏകദേശം 1500 പോലീസുകാരെയാണ് തമിഴ്നാട് സർക്കാർ വിന്യസിച്ചിരുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലമാണ് ഭാഷ ഡിസംബർ 16 വൈകുന്നേരം സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. 1998 സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് അൽ ഉമ്മ സ്ഥാപകൻ ഭാഷയും മറ്റു 16 പേരും ജീവപര്യന്തം തടവ് അനുഭവിച്ചവരായിരുന്നു. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ഭാഷ പരസ്യമായി തന്നെ വെല്ലുവിളികൾ മുഴക്കിയിട്ടുണ്ടായിരുന്നു. 2003 ജൂലൈയിൽ ശിക്ഷിക്കപ്പെട്ടതിനു ശേഷവും കോയമ്പത്തൂരിൽ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയെ വധഭീഷണി ഉയർത്തി ഇദ്ദേഹം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആഘോഷപൂർവമായ ശവസംസ്കാരത്തിന്റെ വീഡിയോകൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വൈറലാവുകയാണ്. ഇവ ചില പ്രത്യേക കേന്ദ്രങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതായി കരുതുന്നു. ശവസംസ്കാരത്തിന്റെ വൈറൽ വീഡിയോകളോട് പ്രതികരിച്ച് BJP ഭാഷയെ രക്തസാക്ഷിയെ ചിത്രീകരിക്കുന്നതിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഭാഷയുടെ ശവഘോഷയാത്രയിൽ പങ്കെടുക്കാൻ ജനങ്ങളെ വൻതോതിൽ അനുവദിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ മാത്രം പോലീസ് അനുവദിക്കണമെന്നായിരുന്നു BJP തമിഴ്നാട് ഘടകം പറഞ്ഞിരുന്നത്. DMK സർക്കാരിന്റെ ഈ വൃത്തികെട്ട പ്രവൃത്തി കോയമ്പത്തൂരിൽ സമാധാനം തകർക്കുകയും വർഗീയ കലാപത്തിന് കാരണമാവുകയും ചെയ്യുമെന്ന് അണ്ണാമലൈ ചെന്നൈയിൽ പറയുകയുണ്ടായി. 58 പേരുടെ മരണത്തിനും ഏകദേശം 231 പേരുടെ പരിക്കിനും കാരണമായ 1998 കോയമ്പത്തൂർ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ SA ഭാഷയെ രക്തസാക്ഷിയെ ചിത്രീകരിച്ചത് പ്രതിഷേധിച്ച് BJPയുടെ കോയമ്പത്തൂർ ഘടകം ഡിസംബർ 20 കരിദിനം ആചരിക്കുമെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. ക്രിമിനൽ, തീവ്രവാദി, കൊലപാതകി എന്നിവരെ രക്തസാക്ഷിയായി വാഴ്ത്തുന്നത് സമൂഹത്തിൽ മോശം മാതൃക സൃഷ്ടിക്കുമെന്നും ശവസംസ്കാര ചടങ്ങ് അനുവദിക്കരുതെന്നും BJP തമിഴ്നാട് വൈസ് പ്രസിഡന്റ് നാരായണൻ തിരുപ്പതി കഴിഞ്ഞ ദിവസം പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കയ്യിൽ രക്തമുള്ള ഒരു കൊലപാതകിയെ അവന്റെ അല്ലെങ്കിൽ അവളുടെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ അനുവദിക്കണം, ഒരു സംശയമില്ല. പക്ഷേ അത് സമാധാനപരമാണ് ചെയ്യേണ്ടത്. അവർക്ക് അർഹതയില്ലാത്ത വലിയ ബഹുമതികളൊന്നും ആവശ്യമില്ല, തിരുപ്പതി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിക്കുകയായിരുന്നു.